നടന്ന് നിങ്ങൾ എന്നെ അടിക്കാൻ പോകുന്ന ട്രോഫിയൊക്കെ എന്റെ ഭാര്യ എടുത്ത് കട്ടിനടി വെക്കാന്ന് പറഞ്ഞു. മോശം. ഞാനിപ്പോ ചാനലിലൂടെ അല്ലേ പറഞ്ഞു, ഞാൻ ചിലപ്പോൾ പണി കൊടുക്കാന്ന് ഞാൻ പറയും. പിന്നെയും പ്രശ്നം ഉണ്ടാക്കാൻ പഠിച്ചിരിക്കും. അവരെ ആരും ഉപദ്രവിക്കും. അത് തെറ്റായി കാണിച്ചത്. ഇനി അവരെങ്ങനെ ജീവിച്ചോട്ടെ. പിന്നെ പേൻ ചൊറിയുന്നതെടുത്ത് വീഡിയോ ഷൂട്ട് ചെയ്തെടുത്ത് കണ്ടന്റ് ആക്കിയിടുക. വിധവാ പെൻഷൻ വാങ്ങണം. വിധവാ പെൻഷൻ നഷ്ടപ്പെടുന്ന എപ്പോഴാണ്? അവർ പുനർവിവാഹിത ആഘോഷത്തില് എനിക്ക് തോന്നുന്നു ഉറപ്പായിട്ട് കിട്ടും. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വന്ന വഴികൾ മറക്കരുത്. നമ്മൾ വന്ന വഴികൾ ഓർക്കണം. സോറി, കാപ്പിയൊക്കെ കുടിച്ചിട്ടേ പോകാവും കേട്ടോ. സോറി കേട്ടോ, ഞാൻ അങ്ങനെ ഒരു ഇതായിട്ട് പറഞ്ഞതല്ല. ഓക്കെ. ആ ട്രോഫിയുടെ വിഷയമായിരുന്നല്ലോ ആദ്യമേ തുടക്കം. പിന്നെയും പ്രശ്നം ഉണ്ടാക്കാൻ പഠിച്ചിരിക്കുകയാണ്. സുധിയുടെ ട്രോഫി അത് മനഃപൂർവ്വം ചെയ്തതാണ് എന്നാണ് എന്റെ വിശ്വാസം. കാരണം എന്റെ വീട്ടിലെ അകത്ത് ആയിരക്കണക്കിന് ട്രോഫികള് എന്റെ ഇരിപ്പുണ്ട്. നമ്മൾ കുഞ്ഞുങ്ങളെ നമ്മൾ ട്രോഫി എന്നാ പറയുന്നത്. എത്ര ട്രോഫി ഉണ്ടെന്ന് ചോദിക്കും. നമ്മൾ തമാശക്ക് ചോദിക്കും. ആ ട്രോഫിയൊക്കെ എന്റെ ഭാര്യ എടുത്ത് കട്ടിനടി വെക്കാന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം അത് എനിക്ക് സഹിക്കത്തില്ല. അത് തെറ്റായി കാണിച്ചത്. അത് തെറ്റാണ്. ഇനി ട്രോഫി വെക്കാൻ സ്ഥലമില്ലെങ്കിൽ ഞാൻ ഒരു ഷെൽഫ് പണിഞ്ഞു തരാന്ന്. ഞാൻ പൈസ തരത്തില്ല, ഞാൻ ഷെൽഫ് പണിഞ്ഞു കൊടുക്കാം. ക്യാഷായിട്ട് സഹായിക്കുന്ന യാതൊരു പരിപാടിയിലും ഞാൻ പണിഞ്ഞു കൊടുക്കാം. മോശമായി. ഞാനിപ്പോ ചാനലിലൂടെ അല്ലേ പറഞ്ഞു, ഞാൻ ഷെൽഫ് പണിഞ്ഞു കൊടുക്കാന്ന് ഞാൻ പറയുന്നത്. ഞാൻ പണിഞ്ഞു കൊടുക്കാം. അത് പണിഞ്ഞു കൊടുക്കാൻ ഞാൻ തയ്യാറാണ്. എന്തെങ്കിലും അവസാനമായിട്ട് പറയാനുണ്ടോ? ഇങ്ങനെ അവസാനമായിട്ട് എനിക്ക് പറയാനുള്ളത്, അവരെ ആരും ഉപദ്രവിക്കരുത്. ഉപദ്രവിക്കരുതെന്നാ പറഞ്ഞത്. അവരെ ആരും ഉപദ്രവിക്കരുത്. നമ്മള് നല്ലതിന് വേണ്ടിയാണ്. അവരുടെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോ ഈ ഒരു ഇറക്കത്തിലെ ഒരു വലിയ ഇറക്കത്തില് ബ്രേക്ക് ഇല്ലാത്ത സൈക്കിളിൽ പോകുന്ന അവസ്ഥയിലൂടെയാണ് അവർ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ മനസ്സിലായി കാണുമല്ലോ. എന്ന് പറഞ്ഞാൽ വലിയൊരു ഇറക്കത്തിൽ ബ്രേക്ക് ഇല്ലാത്തൊരു സൈക്കിളിൽ പോകുന്ന ഒരു ഇതിലാണ് അവർ പോയിക്കൊണ്ടിരിക്കുന്നത്. അവർക്കൊരു വീട് സൗജന്യമായിട്ട് കൊടുത്തു. അവരെ എന്തിനാ ഉപദ്രവിക്കാൻ പോകുന്നത്? അവരത് ഇനിയിപ്പോ വിട്ടുകളയുക. ഇനി അവരെങ്ങനെ ജീവിച്ചോട്ടെ. രേണുസുതി അഭിനയിക്കാൻ പോകണം. രേണുസുതിക്ക് മാന്യമായി പേയ്മെന്റ് കിട്ടണം. രേണുസുതിക്ക് പേയ്മെന്റ് കൊടുക്കാതെ ചുമ്മാ മൊബൈൽ എടുത്തിട്ട് അവർ അങ്ങോട്ട് ചെറിയുന്ന പിന്നെ പേൻ ചൊറിയുന്നതെടുത്ത് വീഡിയോ ഷൂട്ട് ചെയ്തെടുത്തിട്ട് കണ്ടന്റ് ആക്കി ഇടുക. ഒന്നും വേണ്ട പ്ലീസ്. അവരെന്തിനാണ് നിങ്ങൾ ഉപദ്രവിക്കുന്നത്? അവരെ ഉപദ്രവിക്കാതെ അവരുടെ വഴിക്ക് വിടുക. അവര് ഒരു ഇന്ത്യൻ പൗരയാണ്. അവര് എല്ലാ റൈറ്റ്സും ഉണ്ട്. അവർക്ക് ഇഷ്ടമുള്ള ചെയ്തോട്ടെ. അവർ പ്രായപൂർത്തിയ ഒരാളാണ്. 18 വയസ്സിന് മുകളിൽ പ്രായമുള്ള ഒരു സ്ത്രീയാണ്. അവർക്ക് സമൂഹത്തിൽ ജീവിക്കണം. അവർക്ക് വിധവാ പെൻഷൻ കിട്ടുന്നുണ്ടെങ്കിൽ അവർക്ക് വിധവാ പെൻഷൻ വാങ്ങണം. വിധവാ പെൻഷൻ നഷ്ടപ്പെടുന്ന എപ്പോഴാണ്? അവർ പുനർവിവാഹിതയാകുമ്പോൾ. ഒരു വിവാഹം കഴിച്ചാൽ അവർക്ക്. അതുകൊണ്ടാണ് സർക്കാർ വിധവാ പെൻഷൻ 1600 രൂപയുള്ളൂ. 1600 രൂപ വിധവാ പെൻഷൻ കൊണ്ട് ജീവിക്കാൻ പറ്റുമോ? എന്റെ വീട്ടിലത്തെ ട്രോഫി കണ്ടോ? എനിക്ക് കിട്ടിയ എല്ലാ മൊമെന്റോകളും എനിക്ക് താരോദയം എന്ന് പറയുന്ന എനിക്കിപ്പം ആർട്ടിസ്റ്റ് എന്നുള്ളതിന്റെ അവാർഡ് എന്നെയാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. സ്പെഷ്യൽ ജൂറി അവാർഡ്. ഇവൻ എന്റെ മോനാണ് കേട്ടോ. സ്കൂളിൽ പോകാൻ റെഡിയായിട്ടിരിക്കുക. അത്തച്ചിരി പൊന്നെന്തി. എനിക്കിത്രേ പറയാനുള്ളൂ. അവരെ അവരുടെ വഴിക്ക് വിടുക. ഒരു അഭിനയ രംഗത്തേക്ക് പന്തലിച്ച് ഒരു വലിയ താരമായി മാറട്ടെ. സിനിമകളിലൊക്കെ ധാരാളം അഭിനയിക്കട്ടെ. അതുപോലെ തന്നെ ബിഗ് ബോസിൽ എനിക്ക് തോന്നുന്നു ഉറപ്പായിട്ട് കിട്ടും. ബിഗ് ബോസിൽ കാരണം അത് ബിഗ് ബോസിന് ഒരു പരസ്യമാണ്. അതിനുവേണ്ടി കണ്ടന്റ് ഉണ്ടാക്കുന്നതായിട്ട് ചിലപ്പോ പറയാൻ പറ്റത്തില്ല. നെഗറ്റീവ് കമന്റുകൾ കൂടുതൽ വരുന്നതോറും സന്തോഷ് പണ്ഡിറ്റ് ബിഗ് ബോസിൽ പോയ ആളല്ലേ? ബിഗ് ബോസ് അല്ല, മലയാള ഹൗസ്. പിന്നെ അപ്പൊ അതങ്ങനെ പോകില്ല. ഇപ്പൊ എന്തായാലും എന്നെ വിളിക്കത്തില്ല. ബിഗ് ബോസിൽ വിളിച്ചാലും ഞാൻ പോത്തുമില്ല. കാരണം എനിക്ക് സമയമില്ലെന്നുള്ളതല്ല. എനിക്ക് ഏറ്റവും വലുത് എൻ്റെ കുടുംബമാണ്. എൻ്റെ ഭാര്യ, എൻ്റെ മക്കള്. ഞാൻ അവരോടൊപ്പം ജീവിക്കുന്നതിന് ആഗ്രഹിക്കുന്നു. ഞാൻ പോയി 10 ദിവസം ഞാൻ പ്രോഗ്രാമിന് പോയപ്പോഴും രാത്രി എത്ര പാതിരാത്രി ആണെങ്കിലും ഞാൻ വെളുപ്പിനാണെങ്കിൽ എൻ്റെ വീട്ടിൽ വരും. എനിക്ക് വ്യത്യസ്ത ഓഫീസിൽ പോകണം. എനിക്ക് ജോലിയുണ്ട്. ലീവിലെടുത്ത് പോകാൻ പറ്റത്തില്ല. ബിഗ് ബോസിൽ എനിക്ക് ഇനി എന്ത് പറഞ്ഞെന്ന് പറഞ്ഞാലും ഞാൻ പോത്തില്ല. അത് കറക്റ്റാണ്. അത് നിങ്ങൾക്ക് ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവർക്കെല്ലാം മനസ്സിലാവും. ഞാൻ ഒരു റിയാലിറ്റി ഷോയിൽ പോലും ഞാൻ പങ്കെടുത്തിട്ടുള്ള ആളല്ല. എന്നോട് കാണുന്നവരെല്ലാം ചോദിക്കും എന്തുകൊണ്ടാണ് റിയാലിറ്റി ഷോ പോകാത്തത്, എന്തുകൊണ്ടാണ് റിയാലിറ്റി ഷോ പോകാത്തതെന്ന്. എനിക്ക് എന്നെ വിളിക്കാഞ്ഞിട്ടോ അല്ലെങ്കിൽ ഒന്നുമല്ല. ഞാൻ ചെയ്ത പ്രോഗ്രാമുകളൊക്കെ നിങ്ങൾ എൻ്റെ താജ് പത്തനംതിട്ട എന്നുള്ള യൂട്യൂബ് ചാനലിൽ കയറി നോക്കുകയാണെങ്കിൽ വർഷങ്ങൾക്ക് മുമ്പ് അനൂപ് മേനോൻ, ഇന്നത്തെ മലയാള സിനിമയിലെ സൂപ്പർ താരം അനൂപ് മേനോൻ എന്നെ ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ട്. കൈരളി ചാനലിലെ ശുഭദിനം എന്ന് പറഞ്ഞ പ്രോഗ്രാമിൽ. ഞാൻ സൂര്യ TV-യിലെ ഒരു പ്രോഗ്രാമിന്റെ ആങ്കർ ആയിരുന്നു. അതൊക്കെ എൻ്റെ അന്ന് പിന്നെ ഫേസ്ബുക്കോ വാട്സാപ്പോ ഒന്നും ഇല്ലാത്ത കാലഘട്ടത്തിൽ പോലും ഞാൻ റിയാലിറ്റി ഷോയിൽ പങ്കെടുത്ത ആളാണ്. അപ്പോൾ അതിലൊന്നും എനിക്കൊരു വിഷമമില്ല. ദൈവം ഓരോരുത്തർക്കും ഓരോ പറഞ്ഞിട്ടുണ്ട്. അതേ സമയത്ത് അതുപോലെ നടക്കും.
അതുകൊണ്ട് ദൈവത്തെ ഓർത്ത് രേണു സുധീരെ പുറകില് ക്യാമറയും എടുത്ത് പോയി കണ്ടന്റ് ഇട്ട് ജീവിക്കുന്നവർ ജീവിച്ചോ, പക്ഷേ അവരെ വെറുതെ വിടുക. അതുപോലെ രേണു സുധിയോടും എനിക്ക് പറയാനുള്ളത് ഒറ്റ കാര്യം, കൈവിട്ട ആയുധവും വാവിട്ട വാക്കും ഒരിക്കലും തിരിച്ചെടുക്കാൻ പറ്റില്ല. രേണു സുധി മിനിഞ്ഞാന്ന് പറഞ്ഞു, എനിക്ക് ഇതിലൊന്നും ഒരു കാര്യമില്ല, ഞാൻ ആരെയും വകവയ്ക്കത്തില്ല, അങ്ങനെയൊക്കെ പറഞ്ഞാൽ അതൊക്കെ മോശം. അങ്ങനൊന്നും പറയല്ലേ മോളെ. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വന്ന വഴികൾ മറക്കരുത്, നമ്മൾ വന്ന വഴികൾ ഓർക്കണം. നമുക്ക് നമ്മുടെ വീട് വെക്കുന്നതിന് വേണ്ടിയും അല്ല സുധിയുടെ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾക്ക് 1 രൂപ സഹായിച്ചവരെ എന്ന് നന്ദിയോട് ഓർക്കണം. അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഒത്തിരി സന്തോഷം. എല്ലാവർക്കും എല്ലാ നന്മകളും നേരുന്നു. നന്ദി, നമസ്കാരം, താങ്ക് യു.